കോട്ടയം പാലാ നഗരസഭയ്ക്ക് മുൻപിൽ ശവപ്പെട്ടിയിൽ കിടന്ന് പ്രതിഷേധം. പാലത്തിനടിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നഗരസഭ തയ്യാറാകാത്തതിൽ പ്രതിഷേധം നടക്കുകയാണ്. പാലാ സ്വദേശി അജി മാർക്കോസ് ആണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. പാലാ വലിയ പാലത്തിന് താഴ്വശം RV പാർക്കിന് സമീപം സർക്കാരിൻ്റെ റവന്യൂ പുറമ്പോക്ക് ഭൂമി പങ്ക് ലൈസൻസിൻ്റെ മറവിൽ ഒരു വലിയ ബിൽഡിംഗ് ഇവിടെ കെട്ടിപ്പൊക്കുണ്ടായി. നഗരസഭാ അധികാരികൾ ആരും അറിഞ്ഞില്ലെന്നാണ് പറയണേ. ആ ബിൽഡിംഗ് അവിടെ നിന്ന് പൊളിച്ചു മാറ്റിയിട്ട് ഏകദേശം ഒരു 5 അടി നടപ്പുവഴി ഉണ്ടായിരുന്നത് ഏകദേശം ഇപ്പോൾ ഒരു 1.5 അടി നടപ്പുവഴിയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അത് പൂർവ്വസ്ഥിതിയിലേക്ക് ഒരു ജനസഞ്ചാര യോഗ്യമാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ടോബി ജോൺസണാണ് ഇപ്പോൾ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നത്. ടോബി, അദ്ദേഹം ആരോപിക്കുന്ന പോലെ അവിടെ ഒരു കയ്യേറ്റമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിപ്പിക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണ് ടോബി? പാലാ നഗരസഭയ്ക്ക് മുൻപിലാണ് ഇപ്പോൾ വ്യത്യസ്തമായ ഒരു പ്രതിഷേധം നടക്കുന്നത്. ശവപ്പെട്ടിയിൽ കിടന്നുകൊണ്ടാണ് അവിടെ പ്രതിഷേധം നടക്കുന്നത്. പാലായിൽ പാലത്തിനടിയിൽ കയ്യേറ്റമുണ്ട്, അത് ഒഴിപ്പിക്കാൻ നഗരസഭ തയ്യാറാകുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, വിവരങ്ങൾ. പാലത്തിനടിയിലൊരു കയ്യേറ്റം നടന്നു, ഒരു കെട്ടിടം നിർമ്മിച്ചു. അത് നഗരസഭയുടെ സെക്രട്ടറി അടക്കമുള്ളവരുടെ ഒത്താശയോടുകൂടിയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. അജി എന്ന് പറയുന്ന ഈ വ്യക്തി രാവിലെ മുതൽ തന്നെ ശവപ്പെട്ടിയിൽ കിടന്നുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. എന്തായാലും നഗരസഭ ഇപ്പോൾ അതിലൊരു വിശദീകരണവുമായി വന്നിട്ടുണ്ട്. ഇതിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ നോട്ടീസ് നൽകി അത് പൊളിക്കാനുള്ള നടപടികളിലേക്കും കടന്നിട്ടുണ്ട്. എടുക്കുന്നത് കാലതാമസം മാത്രമാണ് പറയുന്നത്. എന്തായാലും ഇത് അനധികൃതമായിട്ട് കയ്യേറിയതാണെന്ന് നഗരസഭയ്ക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിശദീകരണം. ശരി ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.